നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. SSLC എനിക്കൊന്ന് കേരളത്തിൽ ഏത് കോഴ്സ് പഠിച്ചാലും IAS പഠിച്ചാലും ഇത്രയധികം ജനങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കാർ, നമ്മുടെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, അധ്യാപകർ ഇത്രയും കാത്തിരിക്കുന്ന റിസൾട്ട് വേറെ ഒന്നുമില്ല. അത് SSLC തന്നെയാണ്. +2 പോലും ഇത്രയും പ്രചാരമില്ല, ആൾക്കാർ ചോദിക്കത്തില്ല ഇത്രയും റിസൾട്ട്. എന്തായാലും SSLCക്ക് വിജയമായിട്ടുള്ള അത് A+ ആയിക്കോട്ടെ B+ ആയിക്കോട്ടെ വിജയികൾക്കെല്ലാം മാഷിന്റെ അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ ഇതിനകത്തൊരു വലിയ നേട്ടം എന്ന് നമുക്ക് തോന്നുന്നത്, ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ വർഷങ്ങളിൽ A+കളുടെ എണ്ണം ഭയങ്കരമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ A+ എണ്ണം 61,000 പേരോളം A+, 60,000-ന് മുകളിൽ A+ ഉണ്ടായിരുന്നത് നേർപകുതിയായി. ഈ വർഷം ഏകദേശം 30,000-ന് മുകളിലേ ഉള്ളൂ A+. അത് തന്നെ ഒരു വലിയ നേട്ടമാണ്. കാരണം ഈ 60,000-ൽ കൂടുതൽ കുട്ടികൾക്ക് A+ കിട്ടിക്കഴിയുമ്പം ഉള്ള പ്രശ്നം പറഞ്ഞാൽ മിക്കവാറും ഉള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഉറപ്പായിട്ട് അഡ്മിഷൻ +1 കിട്ടത്തില്ല. പിന്നെ അവർ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ അർഹരായിട്ടുള്ളവർക്കായിരിക്കും, കൃത്യമായിട്ട് അർഹരായിട്ടുള്ളവരായിരിക്കും ഈ പറഞ്ഞ ഫുൾ A+ കിട്ടുന്നത്. പിന്നെ കുറച്ച് വിഭാഗം കാണും ഈ പറഞ്ഞ പോലെ 7+ അല്ലെങ്കിൽ 8+, 9+ ഒക്കെ ഒരു മാർക്ക് നമുക്കറിയത്തില്ല. അവർ ഫുൾ A+ പ്രതീക്ഷിച്ചവർ ചിലർക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർ റീവാലുവേഷനോ കാര്യങ്ങളോ പെട്ടെന്ന് തന്നെ നീക്കുകയും ചെയ്യണം. കാരണം അവർക്ക് ഉറപ്പായിട്ടും അങ്ങനെ നിങ്ങൾ എഴുതി കോൺഫിഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. ബാക്കി വെച്ച് നോക്കുവാണെങ്കിൽ ഈ വട്ടം ഈ പകുതി A+ ആക്കിയതും വിജയശതമാനം വലുതായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വട്ടം 99.57 99, ഒരു 0.5% കുറഞ്ഞുള്ളൂ. പക്ഷെ അത്രയെങ്കിലും കുറഞ്ഞല്ലോ എന്ന് സമാധാനിക്കാം. കാരണം എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നല്ലോ, അർഹരായിട്ടുള്ളവർക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് എപ്പോഴും ഏത് പരീക്ഷയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും SSLC തകർത്തിട്ടുണ്ട്. ഇനിയും +2 റിസൾട്ട് മെയ് 25-ഓ 26-നോ പ്രതീക്ഷിക്കാം. എന്തായാലും എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.